ഗൈസ് ഓമനിച്ച് ലാളിച്ച് നോക്കിയ നമ്മുടെ കയ്യിലെ കാറ്റർപില്ലർ ചത്തുപോയി എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് അതൊരു കൊലപാതകമാണെന്നുള്ള കാര്യം മനസ്സിലായി കേട്ടോ. നമ്മുടെ ഫൈക്കസ് പ്ലാന്റിൽ ഇന്ന് നോക്കുമ്പോൾ ഇതുപോലത്തെ കുറെ കറുത്ത പദാർത്ഥങ്ങളും ഇല തിന്ന് മൊട്ടയായി നിൽക്കുന്ന കുറെ കമ്പുകളും. ഇങ്ങനെ കണ്ടാൽ നമ്മൾ പ്ലാന്റിൽ മൊത്തത്തിൽ ഒരു പരുതലാണ്. കാരണം ഇങ്ങനെ കാണുന്നത് ചെടിയിൽ ഈ ആശാമാരുടെ സാന്നിധ്യമാണ് കേട്ടോ. നോക്കുമ്പോൾ പ്യൂപ്പ ആവാറായ സൈസുള്ള ഒരു ബട്ടർഫ്ലൈ പുഴുവിനെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ ഫൈക്കസ് പ്ലാന്റിൽ ഇവിടെ മാത്രമല്ല പലയിടത്തും ഇലകൾ തിന്നു തീർത്ത നിലയിലാണ്. നോക്കുമ്പോൾ പലയിടങ്ങളിലായി ശലഭപ്പുഴുക്കളെയും ഒരു പ്യൂപ്പക്കുട്ടനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇവന്മാരെ ഇനി ബൗളിലിട്ട് വളർത്താനുള്ള ഒരു പരിപാടിയില്ല. ചെടിയിൽ തന്നെ ഇരുന്ന് ഇവന്മാർ ബട്ടർഫ്ലൈ ആയി മാറുന്നത് ഷൂട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ പ്ലാൻ. കണ്ടതിന്റെ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വലിയ ബട്ടർഫ്ലൈ പുഴു പ്യൂപ്പയായി മാറാനുള്ള പരിപാടിയിലാണ്. പിറ്റേന്ന് രാവിലെ പ്യൂപ്പയെ കാണാം എന്നുള്ള വിശ്വാസത്തിൽ ചെന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കേട്ടോ. പ്യൂപ്പയായി മാറിക്കൊണ്ടിരുന്ന ശലഭപ്പുഴുവിനെ ഒരു വെള്ള നിറത്തിലുള്ള ചെറിയ ചലന്തി കടിച്ചു പിടിച്ചിരിക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം, എത്ര തട്ടിയിട്ടും മുട്ടിയിട്ടും ഇവൻ പുഴുവിന്റെ പുറത്തുനിന്ന് പിടിവിടുന്നില്ല. ഇവൻ ഇത്രയും ടെറർ ആയതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ഇവനെ വെറുതെ ഓടിച്ചു വിട്ടുകഴിഞ്ഞാൽ ചെടിയിലുള്ള ഒരു പുഴുവിനെ പോലും ഇവൻ ബട്ടർഫ്ലൈ ആയി മാറാൻ സമ്മതിക്കില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ പഴയ ഫോർസെപ്സ് ഓടിപ്പോയി കയ്യിലെടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് ഇവനെ ചെറിയൊരു പിടി പിടിച്ചപ്പോഴാണ് സത്യത്തിൽ ഇവൻ പുഴുവിന്റെ പുറത്തുനിന്ന് കടി വിട്ടത് കേട്ടോ. നിറഞ്ഞ മനസ്സോടെ അല്ലെങ്കിലും നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ഇവനെ നമ്മുടെ ഓസ്കാർ മീനുകൾക്ക് ഫീഡായി കൊടുക്കുക എന്നതാണ്. ഇവനെ എടുത്ത് ടാങ്കിന്റെ മുകളിൽ കൂടി ഓസ്കാറുകൾക്ക് ഇട്ടുകൊടുക്കാൻ നോക്കിയപ്പോൾ ഫോർസെപ്സ് ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നി വെള്ളത്തിലേക്ക് ഒരു പോക്കായിരുന്നു. വലിയ സൈസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കപ്പലണ്ടി തിന്നുന്ന ലാഘവത്തോടെ ഇവൻ ഓസ്കാറിന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നോക്കുമ്പോൾ ശലഭപ്പുഴു ചത്തുപോയിരിക്കുവാണ്. ചിലപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ പ്യൂപ്പയുടെ മരണത്തിന് പിന്നിലും ഈ ഒരു ചിലന്തിയുടെ വെളുത്ത കരങ്ങളാവാം കേട്ടോ.